നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വയലാർ സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു. ഇ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജീവനക്കാരുടെ കുറവ്. പുനലൂർ KSRTC ഡിപ്പോയിൽ പ്രതിസന്ധി. ഗതാഗത മന്ത്രിയും MLAയും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത സർവീസുകൾ പൂർണ്ണമായും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓണം ബമ്പറിൽ ഭാഗ്യദേവതയുടെ കടാക്ഷം തഴവ സ്വദേശിക്കും. ബമ്പർ ലോട്ടറിയുടെ 2ാം സമ്മാനമായ 1 കോടി രൂപ തഴവ കുതിരപ്പന്തി സ്വദേശി വി രാജഗോപാലിന്. വള്ളികുന്നം ചൂനാട് നിന്നുമാണ് ഇദ്ദേഹം ടിക്കറ്റ് വാങ്ങിയത്. വിശദമായ വാർത്തകളിലേക്ക്. വയലാർ സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു. ഇ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഒക്ടോബർ 27-ന് പുരസ്കാരം സമ്മാനിക്കും. സാഹിത്യത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു നോവലാണ് തപോമയുടെ അച്ഛൻ എന്ന ഇ സന്തോഷ് കുമാറിന്റെ കൃതി. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ഇ സന്തോഷ് കുമാറിന്. തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ചേർന്ന ജഡ്ജിംഗ് കമ്മിറ്റിയുടെ ശുപാർശ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് അംഗീകരിക്കുകയായിരുന്നു. ഭാഷയുടെ വളരെ സൂക്ഷ്മമായ പ്രയോഗം, അഭയാർത്ഥി പ്രശ്നമെന്ന എക്കാലത്തും ലോകമെമ്പാടുമുള്ള ഒരു വലിയ പ്രശ്നത്തെ അതിസൂക്ഷ്മമായ രീതിയിൽ അവതരിപ്പിക്കുന്ന കൃതിയാണ്. ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ ഇതിൽ ഒരു വാക്ക് പോലും നമുക്ക് അധികമായിട്ടോ കുറവായിട്ടോ തോന്നില്ല. ഒരു വാക്കിന് പോലും മറ്റൊരു വാക്ക് പകരം വയ്ക്കാൻ കഴിയില്ല. ഇത്രയും ശില്പഭദ്രമായ ഒരു നോവൽ, മലയാള നോവൽ ആഗോളതലത്തിൽ തന്നെ വേറെ ഏതൊരു ഭാഷയിലെ നോവലിൻ്റെയും ഒപ്പം എത്താമെന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് തോന്നുന്നത്. 1 ലക്ഷം രൂപയും ശില്പി കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിക്കുന്ന ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അവാർഡ് തുക ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. TD രാമകൃഷ്ണൻ, ഡോക്ടർ NB ഹാഫിസ് മുഹമ്മദ്, പ്രിയ AS എന്നിവർ അടങ്ങിയതായിരുന്നു ജഡ്ജിംഗ് കമ്മിറ്റി. തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന ഈ നോവൽ, അതിനെക്കുറിച്ച് ഞാൻ എഴുതിയ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിക്കാം. വളരെ കുറച്ച് കഥാപാത്രങ്ങളെ തപോമയുടെ അച്ഛനിലുള്ളൂ. ആഖ്യാതാവിനെ കഥാപാത്രങ്ങൾക്കിടയിലൂടെ മേയാൻ വിട്ട് അയാളുടെ ജീവിതത്തെക്കുറിച്ച് കാര്യമായ ഒന്നും മിണ്ടാതെ കഥയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോവുക എന്നത് നിസ്സാരമായ കാര്യമല്ല. അവിടെ തുടങ്ങുന്നു തപോമയുടെ അച്ഛനിലെ വ്യത്യസ്തതയും മിടുക്കും. അഭയാർത്ഥികളുടെ ഒരു സമാഹാരമാണ് ഈ നോവൽ. ഗൂഢലിപികളുടെ ഒരു സമാഹാരവുമാണ്. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റ് പെരുമ്പടവും ശ്രീധരൻ ജഡ്ജിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ 27 വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മാലിന്യമുക്ത കേരളത്തിനായുള്ള ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പുരസ്കാര സമർപ്പണ ചടങ്ങ് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്. കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിലെ CS സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക കൂട്ടായ്മയും പുസ്തക പ്രകാശനവും നടത്തി. ഇടക്കുളങ്ങര ഗോപൻ രചിച്ച നിൽപ്പതൊരാൾ തിരതല്ലി ഹൃത്തടം എന്ന നോവലിന്റെ പ്രകാശനമാണ് നടത്തിയത്. ഇടക്കുളങ്ങര ഗോപൻ രചിച്ച നിൽപ്പതൊരാൾ തിരതല്ലി ഹൃത്തടം എന്ന നോവലിന്റെ പ്രകാശനമാണ് നടത്തിയത്. ടൗൺ ക്ലബ്ബിലെ CS സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയുടെ നേതൃത്വത്തിലായിരുന്നു പുസ്തക പ്രകാശനവും സാംസ്കാരിക കൂട്ടായ്മയും നടത്തിയത്. എഴുത്തുകാരൻ KV മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ആദ്യ അനുഭവം ഞങ്ങൾ ജയ്പൂർ ഫെസ്റ്റിന്, ലിറ്ററേച്ചർ ഫെസ്റ്റിന് ഞാൻ ജയരാജനും കൂടെ പോകുമ്പോൾ ഞങ്ങൾ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ചാണ് ഇങ്ങനൊരു ആലോചന. ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ ആയുർഭാരത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്താൽ ഒരു മനുഷ്യൻ്റെ ആയുർഭാരം, മനുഷ്യൻ മരിക്കുന്നില്ല, ഒരു മനുഷ്യൻ മരിക്കുന്നില്ല. മരിക്കാൻ കിടന്നാലും അയാളെ കൊണ്ട് ICUവിൽ ഇട്ടിട്ട് ICUവിൽ വാതിൽ മക്കൾ കാത്തിരിക്കുകയാണ്. എപ്പം മരിക്കുക കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് കാത്തു നിൽക്കുന്ന ഒരവസ്ഥ. ആ ആയുർഭാരത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് എനിക്ക് അതിനകത്തെ പ്രണയങ്ങളെക്കുറിച്ച് പറയണം. ഒരാളിനെ എങ്ങനെ പ്രണയങ്ങൾ ബാധിക്കുന്നു, ഒരാളിനെ ബാധിക്കുന്ന പ്രണയങ്ങൾ സ്വപ്നത്തിലും യാഥാർത്ഥ്യത്തിലും ജീവിതത്തിലും അയാളുടെ ഉൾക്കാഴ്ചയിലും ഒക്കെ ഉണ്ടാകുന്ന പ്രണയങ്ങളെ എങ്ങനെ അവതരിപ്പിക്കണം എന്ന് ചിന്തിക്കുകയും അങ്ങനെയാണ് ഈ ഒരു നോവൽ പുറത്തു വന്നത്. ആയുർഭാരം എന്ന് പേരിട്ട ഈ പേര് മാറ്റാൻ കാരണക്കാരനും എന്നാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, മറ്റൊരു പേര് വേണം, ഇത് കുറുക്കി കൊള്ളുന്ന ഒരു പേര് വേണം എന്ന് എന്നോട് ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് പറഞ്ഞു. അങ്ങനെയാണ് ഞാനൊരു പേര് കണ്ടെത്തി.
മാധ്യമപ്രവർത്തകൻ വി ജയദേവ പുസ്തകം ഏറ്റുവാങ്ങി. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ AP സുനിത പുസ്തക അവതരണം നിർവഹിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് N രാജൻപിള്ള അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ C ഗണേഷ്, ഗ്രന്ഥശാല സെക്രട്ടറി A ഷാജഹാൻ, ടൗൺ ക്ലബ്ബ് സെക്രട്ടറി R അരുൺകുമാർ, സായൂജ് ബാലുശ്ശേരി, സുരേഷ് വെട്ടുകാട്, P സുനിൽകുമാർ, S ശിവകുമാർ, A സജീവ, സുരേഷ് പനക്കൽ, V വിമൽ റോയി, V വിജയകുമാർ, VP ജയപ്രകാശ് മേനോൻ, G നിതീഷ്, NS അജയകുമാർ, സജിത B നായർ തുടങ്ങിയവർ പങ്കെടുത്തു. 50 വർഷത്തെ ബംഗാളിന്റെ ചരിത്രമെടുത്ത് ആ ചരിത്രത്തെ സ്വന്തമായുള്ള കാഴ്ചപ്പാടിലൂടെ അതിനൊരു പ്രക്രിയയിലൂടെ പരിവർത്തനപ്പെടുത്തുകയാണ് ചെയ്തത്. അതാണ് നോവലിസ്റ്റ് ചെയ്യേണ്ടത്. അദ്ദേഹം പറയുന്നു, പ്രത്യേകം പറയുകയാണ്, ഹിസ്റ്റോറിയൻ പ്രോഫറ്റ്. എഴുത്തുകാരൻ ചരിത്രകാരനുമല്ല, പ്രവാചകനുമല്ല. ഇവിടെ പറയും എഴുത്തുകാരെല്ലാം പ്രവാചകരാണ്, വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്നവരാണ്. ഒന്നുമല്ല, അതൊക്കെ വെറുതെ പറയാം. എഴുത്തുകാർക്ക് ഇങ്ങനെ പ്രവചന സ്വഭാവമില്ല. അബദ്ധത്തിൽ വല്ലതും സംഭവിച്ചു പോകുന്നു. അതായിരിക്കും സംഭവിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓണം ബമ്പറിൽ ഭാഗ്യദേവതയുടെ കടാക്ഷം തഴവ സ്വദേശിക്കും. ബമ്പർ ലോട്ടറിയുടെ 2ാം സമ്മാനമായ 1 കോടി രൂപയാണ് തഴവ കുതിരപ്പന്തി സ്വദേശി V രാജഗോപാലിന് ലഭിച്ചത്. വള്ളികുന്നം ചൂനാട് കിണറുമുക്കിൽ നിന്നാണ് ഇദ്ദേഹം ടിക്കറ്റ് വാങ്ങിയത്. 20-ലൊരാളാ. ഓണം മെമ്പർ ലോട്ടറിയുടെ 2ാം സമ്മാനമായ 1 കോടി രൂപയാണ് തഴവ കുതിരപ്പന്തി സ്വദേശിക്ക് ലഭിച്ചത്. കുതിരപ്പന്തി ജംഗ്ഷനിൽ മൈത്രി കമ്പ്യൂട്ടർ സെന്റർ നടത്തുന്ന അനശ്വരയിൽ V രാജഗോപാൽ എടുത്ത TC 736078 എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. മകൻ പഠിക്കുന്ന കട്ടച്ചിറയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ PT യോഗം കഴിഞ്ഞു വരും വഴിയാണ് ടിക്കറ്റ് എടുത്തത്. ചൂനാട് കിണറുമുക്കിലെ കടയിൽ നിന്നാണ് ഇദ്ദേഹം ടിക്കറ്റ് വാങ്ങിയത്. തിങ്കളാഴ്ച ടിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കുമെന്ന് V രാജഗോപാൽ പറഞ്ഞു. എല്ലാ പ്രാവശ്യവും ഇതുപോലെ ലോട്ടറി എടുക്കുന്നത് ഒരു പരീക്ഷണം. അത് നമ്മൾ ലോട്ടറി അടിക്കണമെന്നുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ ആ രീതിയിലല്ല. നമ്മളെപ്പോൾ ഓരോരുത്തർ കച്ചവടക്കാരൊക്കെ വരുമ്പം അവരെ ഒന്ന് സഹായിക്കണമെന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ എടുക്കാറുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിൽ അടിച്ചത് വലിയ ഭാഗ്യം തന്നെയാണ്, അതിൽ സന്തോഷമുണ്ട്. സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കാറുണ്ട്? സ്ഥിരമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ ഈ ബമ്പർ ഒന്നിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പൂജാ ബമ്പർ 10 ഒന്നിച്ചെടുത്തു. ഈ വർഷം 5 ടിക്കറ്റുകളാണ് എടുത്തത്. അതിൽ ഏറ്റവും അവസാനം എടുത്ത ടിക്കറ്റിനാണ് എനിക്കിപ്പം പ്രൈസ് അടിച്ചിരിക്കുന്നത്. അജിതയുടെ വീട്ടിൽ അജിതയുടെ ഹസ്ബൻഡല്ലേ ഇപ്പോൾ ഈ ലോട്ടറി അടിച്ചത്. അതിനെക്കുറിച്ച് അജിതയ്ക്കുള്ള അഭിപ്രായം എന്തോ? വളരെ വളരെ സന്തോഷം. ന്യൂസ് ബ്യൂറോ, തഴവ. വീടിന്റെ താക്കോൽ കൈമാറി. ഓച്ചിറ മടത്തിൽക്കാരായ്മ കൊച്ചുതുണ്ടിൽ അനന്തനാചാര്യയുടെ കുടുംബത്തിന് നാട്ടുകാരും പ്രവാസികളും ചേർന്ന് നിർമ്മിച്ച വീടിന്റെ താക്കോലാണ് കൈമാറിയത്. ഓച്ചിറ മടത്തിൽക്കാരായ്മ കൊച്ചുതുണ്ടിൽ അനന്തനാചാര്യയുടെ കുടുംബത്തിനായി നാട്ടുകാരും പ്രവാസികളും ചേർന്ന് നിർമ്മിച്ച വീടിന്റെ താക്കോലാണ് കൈമാറിയത്. BJSM മടത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ L ചന്ദ്രമണി താക്കോൽ കൈമാറി. നവരാത്രിയാണ്. നമ്മുടെ വീടുകളിലെ എല്ലാ കുഞ്ഞുങ്ങളും വിദ്യ അഭ്യസിക്കാൻ തുടങ്ങുന്ന ദിവസം. ഈ മനോഹരമായ 2 കാര്യങ്ങൾ ഉള്ള ഈ ദിവസം തന്നെ കൂട്ടായ്മ ഈ ഒരു ദിവസം ഇവിടെ താക്കോൽദാനം കൊടുക്കാൻ കണ്ടുപിടിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഏറ്റവും നല്ലൊരു കാര്യം, വെള്ളം, വായു, അതുപോലെ തന്നെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് സ്വന്തമായൊരു വീടെന്നുള്ളത്. അത് ഇല്ലാത്തവർക്ക് മാത്രമേ അതിന്റെ ദുഃഖം മനസ്സിലാകത്തുള്ളൂ. നമ്മൾ വലിയ വലിയ മാളികകളിലൊക്കെ താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വീടില്ലാത്തവരുടെ ദുഃഖം അറിയണമെങ്കിൽ അത് വീടില്ലാത്തവർക്കേ മനസ്സിലാകത്തുള്ളൂ. കൂട്ടായ്മ ചെയർമാൻ ഷാനവാസ് M അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ കുശസ്ഥലി മുഖ്യപ്രഭാഷണം നടത്തി. ഒരു സന്ദർഭത്തിനാണ്, സാഹചര്യത്തിനാണ് നിങ്ങളും ഞാനും സാക്ഷ്യം വഹിക്കുന്നത്. ഈശ്വര സേവ അല്ലെങ്കിൽ ഈശ്വരനിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത് അന്നമില്ലാത്തവന് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ കഴിയുമ്പോൾ, തല ചായ്ക്കുവാൻ ഇടമില്ലാത്ത ഒരുത്തൻ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അവൻ സുരക്ഷിതമായി ഉറങ്ങുവാനൊരു ഇടം ഒരുക്കി കൊടുക്കുമ്പോൾ, മാരകമായ രോഗങ്ങൾ കൊണ്ട് വലയുന്നവന് ചികിത്സയ്ക്ക് കഴിവില്ലാതെ വലയുമ്പോൾ അവനെ ചികിത്സയ്ക്കായി സഹായിക്കുമ്പോൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവന് ഒരു വസ്ത്രം നൽകാൻ കഴിയുമ്പോൾ ഒക്കെയാണ് നമ്മൾ മനുഷ്യൻ എന്ന പേരിന് അർഹരായിത്തീരുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ മാളു സതീഷ്, മിനി പൊന്നൻ, പ്രവാസി സാഹിത്യകാരൻ AM മുഹമ്മദ്, സലിം അമ്പിത്തറ, മുഹമ്മദ് മുക്സിൻ, സബാഹു മന്നാനി, അഭിലാഷ്, ഫാദർ ഫിലിപ്പ്, അനി അഷ്ടപതി, അബ്ദുൽ സലാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ജീവനക്കാരുടെ കുറവ്. പുനലൂർ KSRTC ഡിപ്പോയിൽ പ്രതിസന്ധി. ഗതാഗത മന്ത്രിയും MLAയും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത സർവീസുകൾ പൂർണ്ണമായും ആരംഭിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശബരിമല സീസൺ ആരംഭിക്കാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ ഡിപ്പോയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം.
നാളുകളായി ജീവനക്കാരുടെ കുറവ് കാരണം നട്ടം തിരിയുന്ന പുനലൂർ KSRTC ഡിപ്പോയിൽ നിലവിലെ കുറവ് പരിഹരിക്കാതെ വീണ്ടും സർവീസുകൾ ഉദ്ഘാടനം ചെയ്തത് ഇരട്ടി പ്രഹരമായി മാറിയിരിക്കുന്നു. പുതുതായി അനുവദിച്ച സർവീസുകളിൽ കോയമ്പത്തൂർ സർവീസ് മാത്രം മറ്റ് യൂണിറ്റുകളിൽ നിന്നും ജീവനക്കാരെ ക്രമീകരിച്ചാണ് സർവീസ് നടത്തുന്നത്. കോയമ്പത്തൂർ പോലുള്ള ദീർഘദൂര സർവീസുകൾ നടത്താൻ ഡ്രൈവർ കം കണ്ടക്ടർ വിഭാഗം ജീവനക്കാരുടെ ഗണ്യമായ കുറവുണ്ട്. ഇതോടൊപ്പം മൂന്നാർ ടൗൺ സർക്കുലർ മറ്റ് ഓഡിറ്ററി സർവീസുകളൊന്നും ആരംഭിക്കാൻ ആവശ്യമായ ജീവനക്കാരെ ലഭ്യമായിട്ടില്ല. സർവീസുകൾ ആരംഭിക്കാൻ മറ്റ് സർവീസുകൾ ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥയാണ്. ടൗൺ സർക്കുലർ സർവീസിന് ആവശ്യമായ ബസ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ജീവനക്കാരുടെ കുറവ് മൂലമുണ്ടാകുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ PS സുബാലം MLA വേണ്ട ഇടപെടലുകൾ നടത്തണമെന്ന ആവശ്യമുയരുന്നു. ഒരു സർവീസ് നിർത്തി മറ്റൊന്ന് ആരംഭിക്കുന്ന അവസ്ഥയ്ക്ക് വഴി ഒരുക്കരുത് എന്ന് യാത്രക്കാരുടെ കൂട്ടായ്മ ആവശ്യപ്പെടുന്നു. അടുത്ത മാസം ശബരിമല സീസൺ കൂടെ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മാലിന്യത്താൽ നിറഞ്ഞ പുനലൂർ ശ്രീരാമപുരം മാർക്കറ്റ്. പച്ചക്കറി മാലിന്യങ്ങൾക്കൊപ്പം ഹോട്ടൽ മാലിന്യങ്ങളും ഇവിടെ തള്ളുകയാണ്. പുനർനിർമ്മാണം നടക്കുന്ന മാർക്കറ്റിൽ ശുചീകരണം നടത്താൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. നവീകരണം നടക്കുന്ന പുനലൂർ ശ്രീ രാമവർമ്മപുരം മാർക്കറ്റിന്റെ ദയനീയമായ അവസ്ഥയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. സ്വച്ഛതാ ഹി സേവ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി നാടെങ്ങും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് മാലിന്യത്താൽ കുന്നുകൂടുന്നത്. പച്ചക്കറി മാലിന്യങ്ങൾക്ക് പിന്നാലെ ഹോട്ടൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ തള്ളുന്ന സാഹചര്യമാണ്. പകർച്ചവ്യാധി ഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുന്നു. തെരുവുവിളക്കുകൾ ഇല്ലാത്ത ഇവിടെ മാലിന്യം തള്ളാൻ എളുപ്പമാണ്. പുനർനിർമ്മാണം നടക്കുന്നത് പോലും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ പുനർനിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുൾപ്പെടെ മാലിന്യം മൂലം ദുരിതം പേറുകയാണ്. ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ തുടർ പദ്ധതിയായി പ്രഖ്യാപിച്ച് വ്യാപകമാക്കുമെന്ന് മന്ത്രി GR അനിൽ. ഈ മാസം 18-ന് ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇളമ്പള്ളൂരിൽ സപ്ലൈകോ മാവേലി സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മലയോര മേഖലയിലെ ആദിവാസി ഊരുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. സബ്സിഡി ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഓണക്കാലത്ത് ആരംഭിച്ച സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ ഈ മാസം 18-ന് ഔദ്യോഗികമായി തുടർ പദ്ധതിയായി പ്രഖ്യാപിച്ച് വ്യാപകമാക്കുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. ഇളമ്പള്ളൂർ പഞ്ചായത്തിലെ ആലിമൂട്ടിൽ പുതുതായി ആരംഭിച്ച സപ്ലൈകോ മാവേലി സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുണ്ടറ മണ്ഡലത്തിലെ 13ാമത്തെയും ഇളമ്പള്ളൂരിലെ 2ാമത്തെയും മാവേലി സ്റ്റോറാണിത്. 1700 ഔട്ട്ലെറ്റുകളുടെ ശൃംഖലയോടെ കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും സാന്നിധ്യമുള്ള പ്രസ്ഥാനമായി സപ്ലൈകോ മാറിയിട്ടുണ്ട്. മലയോര മേഖലയിൽ ആദിവാസി ഊരുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ നടപ്പാക്കി വരികയാണ്. സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ കുറവുള്ള പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ വഴി വ്യാപകമായി സബ്സിഡി ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള സൗകര്യമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ലഭ്യമാകുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ നൽകാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ വിപുലമായിട്ടുള്ള ശൃംഖലയായി സപ്ലൈകോ മാറിയിട്ടുണ്ട്. ഈ മണ്ഡലത്തിലെ 12ാമത്തെ മാവേലി സ്റ്റോറാണ് ഈ ആലിമുട്ടിൽ ഞാൻ ഉദ്ഘാടനം. PC വിശ്വനാഥ് MLA അധ്യക്ഷത വഹിച്ചു. എത്രമാത്രം ആവശ്യമായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ രാവിലെ ആയിട്ട് പോലും ഇത്രയധികം ജനങ്ങൾ മന്ത്രി പങ്കെടുക്കുന്ന ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാലമായി ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലും രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരുടെ എല്ലാം പിന്തുണയിലും ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലുമെല്ലാം ആദ്യ വിൽപ്പന മുൻമന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ നിർവഹിച്ചു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B. യശോദ, ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SD. അഭിലാഷ്, തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. സിന്ധു, ജില്ലാ പഞ്ചായത്ത് അംഗം NS. പ്രസന്നകുമാർ, S. ജയകുമാരി, C. ശ്രീജ, അഡ്വക്കേറ്റ് ഫാറൂഖ് നിസാർ, ആമിന ഷെരീഫ്, ഷീലാകുമാരി, M. സൈഫുദ്ദീൻ, K. മിനി, ശ്രീജിത്ത്, ജലജ ഗോപൻ, ജലജകുമാരി, ബിനി തോമസ്, ജയമോൾ, GS. ഗോപകുമാർ, CV. മോഹനകുമാർ, SR. സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. നീണ്ടകരയിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ കരിമണൽ കടത്തുന്നതായി പരാതി. താലൂക്ക് ആശുപത്രിയുടെ മുന്നിലുണ്ടായിരുന്ന കുടിവെള്ള പൈപ്പ് ലൈനുകളും കേബിളുകളും നശിപ്പിച്ചതായും പരാതിയുണ്ട്. സംഭവത്തിൽ താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി പോലീസിൽ പരാതി നൽകി.
സംവിധാനം അവിടെ സൈൻ ബോർഡ് വെച്ച് കറക്റ്റ് നമ്മളെ വിളിച്ചത് നമ്മളിപ്പോൾ ഈ രാത്രി ഫൗണ്ടേഷനിൽ നിന്ന് രോഗികൾ രാവിലെ വരുമ്പോൾ അവർക്ക് കയറാൻ പറ്റുന്നില്ല, ആംബുലൻസിൽ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ നിലവിലുള്ള സംവിധാനം അനുസരിക്കുന്നവരായ അറിയിച്ചിട്ടില്ല. ഈ മണ്ണ് എടുത്തിരിക്കുന്നതും റോഡിൻ്റെ പണിക്ക് വേണ്ടിയല്ല, അല്ലാതെ ഈ കരിമണൽ നല്ല കരിമണൽ കുഴിച്ചെടുത്തിട്ട് പോയിരിക്കുക. അപ്പം ഇവരിത് ഏക്കണ്ടായി ഏക്കണം, ആരാ എടുത്തെന്നറിയണം, അല്ലെങ്കിൽ ക്യാമറ നോക്കി ആരാണ് എടുത്തെന്ന് നോക്കണം. നൂറുകണക്കിന് രോഗികൾ വന്നു പോകുന്ന നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ മുന്നിലാണ് യാതൊരു മുൻകരുതലുമെടുക്കാതെ JCBയും ലോറിയും എത്തിച്ച് കരിമണൽ കടത്തുന്നത് എന്നാണ് പരാതി. കരിമണൽ കടത്തിയവർ ആശുപത്രിയിലേക്ക് വെള്ളമെത്തിച്ചിരുന്ന പൈപ്പ് ലൈനും കേബിളുകളും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് ആശുപത്രിയുടെ പ്രവർത്തനവും തടസ്സപ്പെട്ടു. കഴിഞ്ഞ രാത്രിയിൽ നടന്ന കരിമണൽ കടത്തിൽ ദേശീയപാത നിർമ്മാണ കമ്പനിക്ക് ബന്ധമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് രോഗികൾ ദൈനംദിനം വന്നു പോകുന്ന നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ മുൻവശം ഇന്നലെ ഏകദേശം അർദ്ധരാത്രി 12 മണിയോടുകൂടി ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനം എന്ന പേരിൽ അതിൻ്റെ മറവിൽ ഒരു പറ്റം ആൾക്കാർ വന്ന് കരിമണൽ കടത്തിക്കൊണ്ടുപോവുകയുണ്ടായി. നീണ്ടകര പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ മറവിൽ വൻതോതിലുള്ള കരിമണൽ കടത്തും മറ്റ് റോഡ് നിർമ്മാണ സാമഗ്രികളുടെ കടത്തും വ്യാപകമായി നടന്നു വരികയാണ്. ഇന്നലെ രാത്രി ചെയ്തിട്ടുള്ളത് യാതൊരു മുൻകരുതലും എടുക്കാതെ, മറ്റൊരു വഴി പോലും ഒരുക്കാതെ നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ആയിരക്കണക്കിന് രോഗികൾ വന്നു പോകുന്ന താലൂക്ക് ആശുപത്രിയുടെ മുൻവശം ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഒരുക്കാതെ അവർ വലിയ വ്യാപകമായി കുത്തിക്കുഴിച്ചു കൊണ്ടുപോവുകയും ആശുപത്രിയിലേക്കുള്ള കുടിവെള്ളം ഉൾപ്പെടെയുള്ള കേബിളുകൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ നശിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് നീണ്ടകര താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചവറ പോലീസിനും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകി നടപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണം തുടങ്ങിയതു മുതൽ വൻതോതിൽ കരിമണൽ കടത്തുകയാണെന്നും ഇതോടൊപ്പം ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോകുന്നതായും ആരോപണമുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ടുണ്ട്. സൂപ്രണ്ട് പെറ്റീഷൻ കൊടുക്കും, പോലീസ് സ്റ്റേഷനിൽ എല്ലാം പെറ്റീഷൻ കൊടുക്കും. ഈ വിഷയം വരാൻ പറ്റില്ല. എൻ്റെ ഏരിയനെ വിളിച്ച് എഞ്ചിനീയർ എല്ലാം പറഞ്ഞില്ല, ഞങ്ങൾ അന്വേഷിക്കട്ടെ. അപ്പോൾ ഞങ്ങളാണല്ലോ പറഞ്ഞത്, ഞങ്ങൾ അന്വേഷിക്കട്ടെ, ആരെ നോക്കട്ടെ, ഞങ്ങൾ ആളെ വിട്ടിട്ടുണ്ട്. അപ്പം ഇതിന് ഉത്തരവാദിത്തം ആര് വരും തരാട്ടില്ല. നിങ്ങളിപ്പോൾ ഇത് അറക്കൽ ചെയ്തപ്പോൾ നിങ്ങൾ ഇട്ട് റോഡാക്കാമെന്ന് പറയുന്നത് കാര്യം കഴിഞ്ഞു. അങ്ങനെ ഈ ഇവിടെ നടന്ന സംഭവം എന്താണെന്നുള്ളത് നാളെ ആര് ചെയ്തു, അവർ ചെയ്യാണോ, നാട്ടുകാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാണോ, ഇത് അങ്ങനെ അറിയാൻ കഴിഞ്ഞു. ചവറ പോലീസിലാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ. പത്തനാപുരം KSRTC ഡിപ്പോയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തിയത്. സംഭവത്തിൽ 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഡിപ്പോയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായുള്ള കയ്യാങ്കളി സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വ്യാഴാഴ്ച വൈകിട്ടും രാത്രിയിലുമായി ഡിപ്പോയിൽ നടന്ന സംഭവങ്ങളുടെ തുടർച്ചയായാണ് വെള്ളിയാഴ്ച വൈകിട്ട് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ M. സാജു ഖാൻ ഡിപ്പോയിൽ ബസ്സുകളുടെ ഫിറ്റ്നസും പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയതുമായി ബന്ധപ്പെട്ടും വീഡിയോ ചിത്രീകരിച്ചത് ATOയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ ചോദ്യം ചെയ്തു. സാജു ഖാനെ മർദ്ദിക്കാൻ ശ്രമിച്ചതായും ആക്ഷേപമുയർന്നു. ഇതിനിടെ ഡിപ്പോയിലെത്തിയ DYFI പ്രവർത്തകരും യൂത്ത് കോൺഗ്രസുകാരുമായുള്ള വാക്കേറ്റം കയ്യാങ്കളിയിൽ കലാശിച്ചു. വ്യാഴാഴ്ച രാത്രിയിൽ നടന്ന സംഘർഷം പോലീസ് ഇടപെട്ട് അവസാനിപ്പിച്ചു. പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയ ATO ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഡിപ്പോയിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. നെടുമ്പറമ്പിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഡിപ്പോയ്ക്ക് സമീപം പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടന്ന് ഡിപ്പോയിലേക്ക് കയറിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.
കോൺഗ്രസ് നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളുമായ സാജു ഖാൻ, ഫാറൂഖ് മുഹമ്മദ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് CR സൂര്യനാഥ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധീർ മലയിൽ, MJ യദുകൃഷ്ണൻ, ഷക്കീം എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലായത്. പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയ നേതാക്കളെ മോചിപ്പിക്കണമെന്ന ആവശ്യമായി പ്രവർത്തകരും എത്തിയതോടെ പോലീസുമായി ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ബലപ്രയോഗം നടത്തി. പ്രവർത്തകരുമായി പോലീസ് വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പോയതിന് പിന്നാലെ മറ്റുള്ളവർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ കുന്നിക്കോട് പത്തനാപുരം റോഡ് ഉപരോധിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം KPCC അംഗം CR നജീബ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസുകാരോട് ഗുണ്ടായിസം കാട്ടിയ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ബാബു മാത്യു, പള്ളിത്തോപ്പൽ ഷിബു, സുധീർ മലയിൽ, TM ബിജു, MJ യദുകൃഷ്ണൻ, ഷെയ്ഖ് ഫരീദ്, ഹുനൈസ് PMB സാഹിബ്, ബിജു വാഴയിൽ, ഷാജഹാൻ മാങ്കോട്, U നൌഷാദ്, JL നസീർ, ഷക്കീം, അബി, ഷൈജു പുന്നല, സജിത്ത് തുളസി തുടങ്ങിയ നേതാക്കൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പോലീസ് അറസ്റ്റ് ചെയ്തവരെ കേസെടുത്ത് പിന്നീട് വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ചും സ്ഥാപനത്തിന്റെ പേരിൽ സമീപത്തെ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി പണം നൽകാതെ മുങ്ങുകയും ചെയ്ത മുൻ ജീവനക്കാരി അറസ്റ്റ് ചെയ്തു. കടക്കലിലാണ് സംഭവം. ഐരക്കുഴി കൊച്ചുതോട്ടംമുക്ക് സ്വദേശിനി അർച്ചനയാണ് 1 വർഷത്തിനു ശേഷം പിടിയിലായത്. കടയ്ക്കൽ ഐരക്കുഴി കൊച്ചുതോട്ടംമുക്ക് താഴെത്തോട്ടം വീട്ടിൽ 44-കാരിയായ അർച്ചനയാണ് 1 വർഷത്തിനു ശേഷം പിടിയിലായത്. 2023-24 കാലത്താണ് കടയ്ക്കലിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ അർച്ചന ജോലിക്ക് നിന്നത്. ഈ കാലയളവിൽ പലപ്പോഴായാണ് സ്ഥാപനത്തിൽ നിന്ന് 7.5 പവനോളം മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുത്തത്. വ്യാജ മേൽവിലാസവും ഫോൺ നമ്പരും ഉപയോഗിച്ചായിരുന്നു അർച്ചന പണയം വെച്ചത്. 2.5 ഗ്രാമിൽ കൂടുതൽ സ്വർണം പണയമായി വന്നാൽ അത് പരിശോധന നടത്തി ബാങ്ക് ലോക്കറിലേക്ക് മാറ്റണം. ഇത് മനസ്സിലാക്കിയ അർച്ചന 2.5 ഗ്രാമിൽ കുറവുള്ള മുക്കുപണ്ടം 34 തവണയായാണ് പണയം വെച്ചിരുന്നത്. ഉച്ച സമയങ്ങളിൽ സ്ഥാപന ഉടമ ഗീതാ വിദ്യാധരൻ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്താണ് മുക്കുപണ്ടം പണയം വെച്ച് പണമെടുത്തിരുന്നത്. ഈ അർച്ചന എന്ന് പറയുന്ന വ്യക്തി എൻ്റെ സ്ഥാപനത്തിൽ തുടക്കം മുതലേ ഉള്ളതാണ്. ഞാനും എൻ്റെ സഹോദരിയും ചേർന്ന ഈ സ്ഥാപനം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അർച്ചന ഉണ്ട്. അർച്ചന വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നിരുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അർച്ചനെ. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വേണമെന്നുള്ളൊരു വിശ്വാസ്യത, അതാണ് നമ്മളിതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തത്. ആ വിശ്വാസമാണ് നമ്മളെ നഷ്ടപ്പെടുത്തിയത്. ഏകദേശം 34 മുക്കുപണ്ടം പല അഡ്രസ്സുകളിൽ വെച്ച് നമ്മൾ ചീറ്റ് ചെയ്ത് വലിയൊരു എമൗണ്ട് നമുക്ക് നഷ്ടമുണ്ടാക്കി. അത് ഇത് മാത്രമല്ല, പല രീതിയിലും സാമ്പത്തിക നഷ്ടങ്ങളും പലതും ഉണ്ടാക്കുകയുണ്ടായി. ഇത് അവസാനം നമുക്ക് ഇവരുടെ പ്രവൃത്തികളിൽ സംശയങ്ങൾ തോന്നിയപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവിടെ നിന്ന് മുങ്ങുകയും അത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ നിന്ന് ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉള്ള വീട്ടഡ്രസ് ചെന്നൈയിൽ ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് ചെന്നൈയിൽ നിന്ന് മുങ്ങിയ ആളിനെ അവർ സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അന്ന് പോയിട്ട് ഈ കേസ് കൊടുക്കുന്ന സമയം അത് കഴിഞ്ഞ് കടയ്ക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ ഈ കേസ് കൊടുത്ത സമയത്ത് ഇവിടെ നിന്ന് മുങ്ങുകയും കുറേ നാളായിട്ട് കാണാതെ ആവുകയും കടയ്ക്കൽ CI SIയുടെയും മറ്റ് നേതൃത്വത്തിൽ ഇതിൽ വളരെ സന്തോഷകരമായ അന്വേഷണം നടത്തി പിടിച്ചുകൊണ്ട് വരികയും ചെയ്യുകയാണ് ഉണ്ടായത്. സ്ഥാപന ഉടമയ്ക്ക് പണയമിരിക്കുന്ന ആഭരണങ്ങളിൽ സംശയമുള്ളതായി മനസ്സിലാക്കിയ അർച്ചന പിന്നീട് മുങ്ങുകയായിരുന്നു. ഇതേസമയം സമീപത്തെ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുകയും പണം നൽകാതിരിക്കുകയും ചെയ്തതായും പരാതിയുണ്ട്. 1 വർഷമായി ഒളിവിലായിരുന്ന അർച്ചനയെ തിരുവനന്തപുരത്ത് ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. ശാസ്താംകോട്ട കോടതി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വിളംബര ഘോഷയാത്രയോടെയാണ് കേരളോത്സവത്തിന് തുടക്കം കുറിച്ചത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിനാണ് തുടക്കമായത്. വിളംബര ഘോഷയാത്രയോടെയാണ് കേരളോത്സവം ആരംഭിച്ചത്. ശാസ്താംകോട്ട കോടതി ജംഗ്ഷനിൽ നിന്നുമായാണ് വിളംബര ഘോഷയാത്ര ആരംഭിച്ചത്. കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, NSS വോളണ്ടിയർമാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ഘോഷയാത്രയിൽ പങ്കാളികളായി. ശാസ്താംകോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഗീത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് വൈസ്
പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. അതിലുപരി സൂചിപ്പിക്കാതെ ചേരൂർ ടൂറിസത്തിന്റെ തറക്കല്ലിൽ ബഹുമാനായ റിയാസ് മന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതേപോലെ നൈപുണ്യ വികസനം എംസിഎഫും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നമ്മുടെ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാജേഷ്, അനിൽ തുമ്പോടൻ, അജയകുമാർ, നസീന ബീബി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. വയലാർ സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു. ഇ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജീവനക്കാരുടെ കുറവ്. പുനലൂർ KSRTC ഡിപ്പോയിൽ പ്രതിസന്ധി. ഗതാഗത മന്ത്രിയും MLAയും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത സർവീസുകൾ പൂർണ്ണമായും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓണം ബമ്പറിൽ ഭാഗ്യദേവതയുടെ കടാക്ഷം തഴവ സ്വദേശിക്കും. ബമ്പർ ലോട്ടറിയുടെ 2ാം സമ്മാനമായ 1 കോടി രൂപ തഴവ കുതിരപ്പന്തി സ്വദേശി വി രാജഗോപാലിന്. വള്ളികുന്നം ചൂടാട് നിന്നുമാണ് ഇദ്ദേഹം ടിക്കറ്റ് വാങ്ങിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.